ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISLന് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പുതിയതായി കൊണ്ട് 5 വിദേശ താരങ്ങളെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്ക്വാഡിൽ പരമാവധി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് 6 വിദേശ താരങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ 6ാമത്തെ വിദേശ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമോ എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. മാർക്കസ് മെർഗുലാവോയോട് ഇക്കാര്യം ചോദിക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള മറുപടി അദ്ദേഹം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് ഇതുവരെ അക്കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ അതിനെ നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. അതായത് 6ാമത്തെ വിദേശ താരം വരും എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ 6ാമത്തെ വിദേശ താരത്തെ കൊണ്ടുവരാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം 6ാമത്തെ വിദേശ താരം എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ നിരയിലേക്ക് 2 വിദേശ താരങ്ങളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സ്ട്രൈക്കർ ആയിക്കൊണ്ട് ഇപ്പോൾ വിക്ടർ ബെർത്തോമു ഉണ്ട്. അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിങ്ങർ ആയിക്കൊണ്ട് കെവിൻ യോക്ക് എന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിട്ടുള്ളത്. മധ്യനിരയിലും 2 വിദേശ സാന്നിധ്യങ്ങളുണ്ട്. അതായത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് മർലോൺ റൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടാണ് മറ്റിയാസ് ഹെർണാണ്ടസ് ഇപ്പോൾ കടന്നു വരുന്നത്. പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പുതിയതായിക്കൊണ്ട് ഒമർ ബാ എന്ന ഒരു സെന്റർ ബാക്കിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ 6ാമത്തെ വിദേശ താരം വരികയാണെങ്കിൽ ഏത് പൊസിഷനിലേക്കായിരിക്കും ആ താരം വരിക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. മറ്റൊരു സെന്റർ ബാക്കിനെ കൂടി സൈൻ ചെയ്യാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.